ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്ത വരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീധുവിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് ശ്രീധു പണം വാങ്ങിയിരുന്നുവെന്ന പരാതിയിലാണ് അറസ്റ്റ്. ശ്രീധുവിനെ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. റിനു സീത ചേരുന്നു. റിനു, ഇപ്പോൾ കേസ് മറ്റൊരു വഴിത്തിരിവിലാണല്ലോ നിൽക്കുന്നത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലല്ല, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണോ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം? തീർച്ചയായും അരുൺകുമാർ, ഇന്നലെ രാത്രിയും വൈകിയും ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ചെയ്തിരുന്നു. ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ന് അല്പസമയം മുമ്പ് ഡിവൈഎസ്പി അതുപോലെ തന്നെ SP സുദർശനും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന്. പുലർച്ചയോടുകൂടി ശ്രീധുവിനെ വീണ്ടും മഹിളാ മന്ദിരത്തിൽ നിന്ന് ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ തന്നെ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 കേസുകൾ അല്ലെങ്കിൽ 3 പരാതികളാണ് ബാലരാമപുരം സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ളത്. ഈ 3 പേരെയും പരാതിക്കാരെയും വിളിച്ച് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ പരാതികൾ ഇന്നലെ രാത്രിയും ഇന്നുമായി ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീധുവിനെ വീണ്ടും എത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. അതായത് ദേവസ്വം ബോർഡിൽ ജോലിക്കാരിയാണ്. ദേവസ്വം ബോർഡിൽ നിരവധി വേക്കൻസികളുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് 10 ലക്ഷം രൂപ അടക്കം ഒരാളിൽ നിന്ന് അടക്കം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും റൂറൽ SP KS സുദർശനും അതുപോലെ തന്നെ നെയ്യാറ്റിൻകര DYSP ഷാജിയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ശ്രീധുവിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ശ്രീധുവിന് പങ്കില്ല എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി വരെയും ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ച വിവരവും പോലീസ് വ്യക്തമാക്കുന്നതും അക്കാര്യം തന്നെയാണ്. ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ പോലും ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉയർന്നു വരും. അത്തരത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം പൂജാരി ഉൾപ്പെടെയുള്ളവർ വിളിച്ച് ചോദ്യം ചെയ്തെങ്കിൽ ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരികുമാറിന് മാത്രമാണ് ബന്ധം എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്. എന്നാൽ പക്ഷേ ചില ദുരൂഹതകൾ ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ ഒരു ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഈ ദുരൂഹത നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ഈ ശ്രീധു 35 ലക്ഷം രൂപ തന്നെ വഞ്ചിച്ചുവെന്നും കാണാനില്ല എന്നും ഒക്കെ പറഞ്ഞൊരു വാക്കാലുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു അല്ലേ? അപ്പോൾ മുതൽ പോലീസിന് ശ്രീധുവിൽ സംശയം ജനിച്ചതാണ്. തീർച്ചയായും, അതായത് ഇത്തരമൊരു പരാതി നൽകുമ്പോൾ ആ പരാതി എഴുതി നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പരാതി എഴുതി നൽകാമെന്നും പറഞ്ഞ് ശ്രീധു അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ആ പരാതി എഴുതി നൽകിയിരുന്നില്ല. എന്നാൽ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ പൂജാരി തന്നിൽ നിന്ന് 30 ലക്ഷം രൂപ വാങ്ങിയെന്ന് ഉള്ളൊരു പരാതി കൊടുക്കുന്നു. പിന്നീട് ആ പരാതി പിൻവലിക്കുന്നു. ഇങ്ങനെ മാറിയും മറിഞ്ഞും ചില ദുരൂഹതകൾ ബാക്കിയാകുകയാണ്. അതിനെ തുടർന്നാണ് പൂജാരിയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തത്. ഇന്നലെയും മിനിയാന്നുമായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ആഭിചാരക്രിയയുടെയോ അങ്ങനെ എന്തെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്. പക്ഷേ അതൊന്നും തന്നെ ഇല്ല. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ മാത്രമാണ് ഈ പൂജാരിക്കുമുള്ളതെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടൽ തട്ടിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് ഒരുങ്ങുന്നത്. താങ്ക് യു. നുനൂസിധരാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീധുവിനെ നെയ്യാറ്റിൻകരയിലെ ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ്.